ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന പടയപ്പ ഇറങ്ങി ആനയെ കണ്ടു ഭയന്നോടിയ ബൈക്ക് യാത്രികരായ അമ്മയ്ക്കും മകനും പരിക്കേൽക്കുകയും ചെയ്തു. തമിഴ്നാട് നീലഗിരി കൂനൂരിൽ നടുറോഡിൽ പുലി ഇറങ്ങിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്ന ദൗത്യം നാളെ തുടങ്ങും. മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. വാഗ്വാര എസ്റ്റേറ്റിലാണ് ആനയുള്ളത്. ഇന്നലെ രാത്രിയിൽ മൂന്നാർ മറയൂർ അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയ കാട്ടാനയെ കണ്ടു ഭയന്നോടി വീണ അമ്മയ്ക്കും മകനും പരിക്കേറ്റു. തൃശൂർ സ്വദേശികളായ ദിൽജ, മകൻ ബിനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. നീലഗിരി കുനൂരിൽ നടുറോഡിൽ പുലി ഇറങ്ങി. മേലട്ടടി പ്രദേശത്താണ് പുലിയെ കണ്ടത്. പുലിയുടെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തൃശൂർ അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ദൃശ്യങ്ങൾ 24-ന്. വിട്ടിലപ്പാറ 15-ൽ നിലയുറപ്പിച്ചിരുന്ന ആന വാടാമുറിയിലേക്ക് നീങ്ങി. ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൗത്യം നാളെ ആരംഭിക്കും. 24 ഇടുക്കി. അപ്പോൾ അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഒരുമിച്ചുള്ള വാർത്തകളുടെ ഒരു സമഗ്ര രൂപമാണ് നമ്മൾ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വയനാട്ടിൽ ഇങ്ങനെ പ്രതിഷേധം നടക്കുകയാണ്. വനമന്ത്രി ഇങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾക്കെതിരെ മറുപടി പറയുന്നു. ഞാൻ രാജിവെച്ചാൽ പകരമാവുമോ, പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഓരോ ഇടങ്ങളിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പടയപ്പ ആക്രമിച്ചു, ചിലയിടങ്ങളിൽ വല്ലാതെ ആശങ്കപ്പെട്ട് കഴിയുന്നു. പ്രത്യേകിച്ച് കടുവ, പുലിയൊക്കെ ഇറങ്ങുന്ന ഇടങ്ങളിലൊക്കെ ആശങ്ക ഇങ്ങനെ കൂടി വരികയാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ.